നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് വെക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നടി അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് ഏറ്റവും സംഭാവന കബീർ പൊന്നമ്മയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ലിസി ആശുപത്രിയിൽ കഴിയുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇപ്പോൾ കബീർ പൊന്നമ്മയെ കാണാൻ അവിടെ എത്തുന്നുണ്ട്. താരസംഘടനയിലുള്ള നിരവധി ആളുകൾ, ഇപ്പോഴത്തെ അംഗങ്ങളായ നിരവധി ആളുകൾ, വിനു മോഹനും ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ എത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കബീർ പൊന്നമ്മ സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കാരണം കബീർ പൊന്നമ്മയ്ക്ക് അസുഖം ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. നില ഗുരുതരമായോടുകൂടി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എല്ലാ സിനിമാ പ്രേമികളും സിനിമയുടെ ആളുകളെല്ലാവരും ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ റിക്കവറി ആവുന്നുള്ള കാര്യം ഇനി മെഡിക്കൽ ബുള്ളറ്റ് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നിരവധി മലയാള സിനിമയിൽ അമ്മവേഷങ്ങളുമായി അഭിനയിച്ച മലയാളിയിലെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ച ഒരു മുഖമാണ് കബീർ പൊന്നമ്മ ചേച്ചി എന്ന കാര്യത്തിൽ സംശയമില്ല. ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിന് ഫലം കണ്ട കഥാപാത്രങ്ങളാണ്. നമുക്ക് കിരീടത്തിൽ സിനിമ, അങ്ങനെ സിനിമയുടെ പേരുകൾ എടുത്തു പറയാൻ നിരവധി പേരുകളുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ഓർത്തെടുക്കുന്നില്ല. എന്തായാലും ചേച്ചിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നിലവിൽ സിനിമാ മേഖലയിലെ നിലവിലെ താരസംഘടനയുടെ ബന്ധപ്പെട്ട ആളുകളെല്ലാവരും ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ കാണുന്നതിന് വേണ്ടി ഡോക്ടറുമായി ആശയവിനിമയം നടത്തുന്നു. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നും നമുക്ക് വിവരം ലഭിക്കുന്നു. എന്തായാലും ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് പൊന്നമ്മ ചേച്ചിയുടെ ആരോഗ്യം നിലനിർത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പല സിനിമാ മേഖലയിലെ ആളുകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രാവിലെ ഞാൻ ഇത് ബന്ധപ്പെട്ടപ്പോൾ പൊന്നമ്മ ചേച്ചി ഐസിയുലാണ് എന്ന വിവരം ലഭിച്ചു. എന്നാൽ കുറച്ചു മുമ്പ് നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുമാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നതെന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. നമുക്കറിയാം, കബീർ പൊന്നമ്മ ചേച്ചിയെ സ്നേഹിക്കാത്ത മലയാളികൾ ആരുമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമാ പ്രേമികളെല്ലാം ഒരേപോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സിനിമാ മേഖലയിൽ വലിയ പ്രാർത്ഥനയാണ് ചേച്ചിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയും നടക്കുന്നു. ആ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്ത ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടന നിലവിലുള്ള അഡ്വക്കേറ്റ് കമ്മിറ്റിയിലെ ആളുകളെല്ലാവരും അവിടെ എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്നവർ. വിനു മോഹൻ എത്തിയിട്ടുണ്ട്, സുരേഷ് കൃഷ്ണൻ എത്തിയിട്ടുണ്ട്, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തും. മറ്റ് ആളുകളെത്തുണ്ട്, ടിനി ടോം ഉൾപ്പെടെ, ബാബുരാജ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് കിട്ടുന്ന വിവരം. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നു. ഇനി ഡോക്ടർമാർ മാക്സിമം പരിശ്രമം നടത്തുന്നുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. കുറേ നാളുകളായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചതിനെ തുടർന്ന് പിന്നീടാണ് അസുഖം മൂർച്ഛിച്ചപ്പോഴാണ് ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. ലിസി ആശുപത്രിയിലെ ഡോക്ടറിന്റെ ചികിത്സയിലായിരുന്നു കബീർ പൊന്നമ്മ എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആലുവയിലാണ് കബീർ പൊന്നമ്മ താമസിക്കുന്നത്. കബീർ പൊന്നമ്മയുടെ മകൾ വിദേശത്താണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും സിനിമാ മേഖലയിലുള്ളവർ, ചേച്ചിയുമായിട്ട് അടുപ്പമുള്ളവർ, ചേച്ചിയെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കബീർ പൊന്നമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വരും മണിക്കൂറുകൾ കബീർ പൊന്നമ്മ ചേച്ചിയുടെ ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം, മാസോണം സീസൺ 2.